മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറയുന്ന പോലെയാണ് പോലീസ് സ്റ്റേഷനുകളിലെ SHO സംവിധാനം SI-മാരിലേക്ക് വീണ്ടും കൈമാറ്റം ചെയ്യപ്പെടും. പണ്ട് കാലത്ത് SI-മാർക്ക് തന്നെയാണല്ലോ ഓവർ സ്റ്റേഷനിൻ്റെയും ചുമതല ഉണ്ടായിരുന്നത്. പിന്നീടാണല്ലോ പിന്നെ CI എന്ന് അന്ന് വിളിക്കപ്പെട്ടിരുന്നത്, പിന്നീട് SHO ആക്കി മാറ്റിയ ആ ഒരു പദവിയാണ്. അപ്പോൾ ഇത് 2018 തോന്നുന്നു. ഈ ISHO ഇൻസ്പെക്ടർ SHO എന്ന് പറയുന്ന അതായത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇൻസ്പെക്ടർമാരെ SHO-മാരായിട്ട് നിയോഗിച്ചു. അതിന്റെ ഭാഗമായിട്ട് അന്ന് സർവീസിലുണ്ടായിരുന്ന SI-മാർക്ക് മൊത്തം ഉടനടി CI-മാരായിട്ട് പ്രൊമോഷൻ. CI എന്ന ഒരു പോസ്റ്റ് ഇല്ല. CI എന്നൊരു പോസ്റ്റ് അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി. പകരം ഇൻസ്പെക്ടർ എന്നാക്കി. നേരത്തെ എന്താണ് CI എന്ന് പറഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടർ എന്നായിരുന്നു. അതായത് 3 സ്റ്റേഷൻ അല്ലെ 3-ലധികം സ്റ്റേഷൻ ഇത്രയും ചേർന്ന് ഒരു സർക്കിളാണ്. അതായത് ഒരു സബ് ഡിവിഷൻ, ഒരു DYSPക്ക് കീഴിൽ ഇത്രയധികം CI-മാർ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ മുക്കിനെല്ലാം ഇപ്പോൾ വീണ്ടും ഈ സബ് ഡിവിഷൻ കൂട്ടിയിട്ട് ഒരു ജില്ലയിലുണ്ടായിരുന്ന സബ് ഡിവിഷനുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ എല്ലാ എണ്ണം വർദ്ധിപ്പിച്ചു. അങ്ങനെയും ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് DYSP-മാരുടെ എണ്ണവും കൂട്ടി കൂടുതൽ പേരെ ലോക്കലിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥ കൊണ്ടുവന്നു. ഈ ഇൻസ്പെക്ടർമാർ SHO-മാരായ ആ ഒരു സംഭവം അതോടുകൂടി സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇല്ലാതായി. ഇവരുടെ പദവി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് IP എന്നായിട്ട് മാറി. IP എന്നും പറയും, ISHO എന്നും പറയും, ഇൻസ്പെക്ടർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നുള്ള രീതിയിലോട്ട് ഇത് മാറി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പോലീസ് സംവിധാനം കുത്തഴിഞ്ഞു. അതാണെന്ന് അവിടെ സംഭവിച്ചത്. ഇത് പലതവണയും പലരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ കേരളത്തിലെ പോലീസ് മേധാവികളായിരുന്ന പലരും അന്ന് ഇക്കാര്യത്തിന് വലിയ തോതിലുള്ള പ്രതികരണം നടത്തിയത് അബദ്ധമാണ്, ഈ തീരുമാനം തെറ്റാണെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയണം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇൻസ്പെക്ടർമാർ SHO-മാരല്ലാത്തത്, അല്ലാതിരുന്നത്. ഇവിടെ കൂടെ ആക്കിയപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഴുവൻ പോലീസ് ഇൻസ്പെക്ടർമാർ SHO-മാരാകുന്ന അവസ്ഥയിലേക്ക്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ നേരത്തെ തന്നെ SHO-മാർ എന്ന് പറയുന്ന ഇൻസ്പെക്ടർമാരാണ്. ഇവിടെ മാത്രമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ ഒരുപാട് പേർക്ക് പ്രൊമോഷൻ കിട്ടി, അവർ അങ്ങനെ വരികയും ചെയ്തു. പക്ഷേ ഈ സംവിധാനം പാളിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാം ഇവരുടെ തലയിലേക്കായി. ഈ SHO-മാരുടെ തലയിലേക്കായി ചുമതലകൾ മുഴുവൻ. ഈ SI-മാർ, അതായത് ഡയറക്റ്റ് SI-മാരായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഭയങ്കര അലസന്മാരും, അവർക്ക് പ്രത്യേകിച്ച് പണിയില്ല, വെറുതെ ഇരുന്നത്. കാരണം ചുമതല മറ്റേയാൾക്കാണല്ലോ. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ ഭരിക്കുന്നത് ആ SI ആണ്. SI ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ SI-യിലൂടെയാണ് ആ സ്റ്റേഷൻ അറിയപ്പെടുന്നത്. ഈ ജനങ്ങളുമായിട്ടൊരു അടുപ്പവും അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിൽ എപ്പോഴും ഊർജ്ജസ്വലരായിട്ട് ഇങ്ങനെ പുതുതായിട്ട് കയറുന്ന ചെറുപ്പക്കാരായിട്ടുള്ള SI-മാർ. ഇവർ പലരും പിൽക്കാലത്ത് സുപ്രസിദ്ധമാരോ കുപ്രസിദ്ധമാരോ ഒക്കെ ആയി മാറുന്ന അവർ SI ആയിരിക്കുന്ന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളിലൂടെയാണ് പലപ്പോഴും. അതെ, അവർ ഇപ്പോൾ നമുക്കറിയാം AP ഷൗക്കത്ത് അലി SI ആയിട്ട് കയറിയ ആളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം പിന്നീട് CI ആയി, DYSP ആയി, SP ആയി, IPS ലഭിച്ചു. ഇപ്പം IPS-കാരനായിട്ട് മാറി കോഴിക്കോട് കമ്മീഷണറായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി വരുന്ന സമയത്ത് ഈ പോലീസ് സേന കുറച്ചുകൂടെ സുസജ്ജവും ശക്തവും കേസന്വേഷണത്തിന് കുറച്ചുകൂടെ കാര്യക്ഷമമായിരുന്നു. കാരണം SI-മാർ എല്ലാ കാര്യങ്ങളും നോക്കും. CI-മാർക്ക് ഇതിൻ്റെ മേൽനോട്ട ചുമതല മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം അതെന്ന് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഈ കൊലപാതകം പോലെയുള്ള ക്രൈം വരുമ്പോൾ മാത്രമാണ് CI-മാർ അന്വേഷിക്കും. അതുപോലെ ലോകം മരണം പോലെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഈ CI ഉത്തരവാദിത്തം ഒരവസ്ഥ വരും പല സ്റ്റേഷനുകളുടെയും. ഈ CI അല്ല, എന്താണ് ഇപ്പം നേരത്തെ പറഞ്ഞത് SI അല്ല, ഇൻസ്പെക്ടർ. അപ്പോൾ ഇയാളെ കീഴിൽ വരുന്ന ഇത്രയും പോലീസ് സ്റ്റേഷനിൽ എന്ത് പ്രശ്നം വന്നാലും ഇയാളായിരുന്നു ഉത്തരം കൊടുക്കണ്ടേ. അപ്പം അങ്ങേർക്കൊരു മേൽനോട്ട ചുമതല. ഇപ്പം ഒരാൾക്ക് 3 സ്റ്റേഷൻ കാണും. ഈ 3 സ്റ്റേഷൻ ഒരു സർക്കിളിൻ്റെ പരിധിയിൽ വരും. ആ സർക്കിൾ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും SHO-മാർ വരികയും ചെയ്തു. ആ സമ്പ്രദായം പാടെ പൊളിഞ്ഞു എന്ന് മാത്രമല്ല, ആ സമയത്ത് കയറിയ SI-മാരെല്ലാം യാതൊരു ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പക്ഷേ കേസ് പിടിക്കുന്ന SI-മാരുണ്ട്, പോയി കേസ് ഇത് കൈകാര്യം ചെയ്യുന്ന SI-മാരുണ്ട്. പക്ഷേ ഇവരാരും വെളിപ്പെടാതായി. അതാണ് എൻ്റെ കാര്യം. അവിടെയാണ് ഈ പുറത്ത് ഇവരെ ആരും അറിയപ്പെടാതായി. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ നല്ല SI-മാരുണ്ട് ഇപ്പോഴും. പക്ഷേ എന്താണ് പ്രശ്നം? ഇവരുടെ പേര് പുറത്ത് വരുന്നില്ല. വരുന്ന മുഴുവൻ ഇവിടുത്തെ SHO-യുടെ പേര്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ തന്നെ ഈ കലിങ്ങിൽ പോയിരിക്കുമല്ലോ വൈകുന്നേരങ്ങളൊക്കെ. കലിങ്ങിരിക്കുന്നവരുടെ പേടി സ്വപ്നമായിരുന്നു സ്ഥലം SI ഇങ്ങനെ ജീപ്പിൽ വരുമ്പം അത് ടെററാണെങ്കിൽ ആളെല്ലാം പേടിച്ചോടും. SI-മാരോടായിരുന്നു ബഹുമാനം. ജനത്തിന് ബഹുമാനം SI-മാരോടായിരുന്നു. SI-മാർ കൃത്യമാണ്, അവർ പുറകെ വരുന്നു, ഓടിക്കുന്നു, ഈ കലങ്കായിരിക്കുന്നവനെ ഓടിക്കുന്നു, അവിടെ ഇരിക്കുന്നു. അവർ മൊത്തത്തിലൊരു സംവിധാനമായിരുന്നു. DGP എന്നാലും ആളൊക്കെ മനസ്സിലാവില്ല, പക്ഷേ ലോക്കൽ SI വന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ ആ ഒരു പക്ഷേ ഇതെന്തോ പറ്റി, പോലീസ് സേനയുടെ ഒരു വീര്യം കെടുത്തുന്ന രീതിയിലേക്ക് വന്നു.
അങ്ങനെ ഇപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തി. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതായിരുന്നില്ല, സ്ഥിരമായി നടപ്പിലാക്കിയായിരുന്നു. ഈ പണി പാളി എന്ന് മനസ്സിലായപ്പോൾ വീണ്ടും ഒരു പഠനം നടത്തി, ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഈ വിദഗ്ധ സമിതി ആരാന്ന് ഇന്നും വരെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതിന് ശേഷം അവർ പറഞ്ഞു വീണ്ടും ഇത് ചുമതല ഈ CIമാർക്ക്, അതായത് സർക്കിളുകൾ തിരിച്ചു വരുന്നു, സർക്കിൾ ഇൻസ്പെക്ടർമാർ തിരിച്ചു വരുന്നു, CIമാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നാട് മുഴുവൻ CIമാരല്ലയോ, അപ്പോൾ ഒരുപാട് CIമാർ അധികം ഇവരെ എന്ത് ചെയ്യുന്നു, ഇവരെ നേരെ ഈ നാർക്കോട്ടിക്കിലേക്ക് മാറ്റുന്നു. ഒരു ജില്ലയിൽ നാർക്കോട്ടിക് സെൽ DYSP കഴിഞ്ഞാൽ പിന്നെ കുറേ പോലീസുകാർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുക. അവിടേക്ക് 2 ടീമായിട്ട് ഓരോ CIമാരുടെ നേതൃത്വത്തിൽ 2 ടീമിനെ വെക്കുന്നു. ഈ ലഹരി മരുന്ന് നല്ലതാണ്, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 210 പോലീസ് സർക്കിളുകൾ രൂപീകരിക്കുന്നു. അതിന് CIമാർ തിരിച്ചു വരുന്നു. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മാറി വീണ്ടും സർക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റ് തിരിച്ചു വരുന്നു. 63 സ്റ്റേഷനുകളിൽ മാത്രം നേരിട്ടുള്ള SHOമാർ, ഇൻസ്പെക്ടർമാർ SHOമാരായിട്ട് വരുന്നു. 206 ഇൻസ്പെക്ടർമാരെ മറ്റു പ്രധാന മേഖലകളിലേക്ക് മാറ്റുകയാണ്. ഇത് സംബന്ധിച്ച് റവദ ചന്ദ്രശേഖർ DGP ഇതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുത്തു, ആഭ്യന്തര വകുപ്പിന് കൊടുത്തു. ഇനി ആഭ്യന്തര വകുപ്പും അന്വേഷിച്ച് ക്യാബിനറ്റ് അംഗീകാരത്തോടു കൂടി അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇത് വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് CIമാരുടെ പണി പോകും, ഇൻസ്പെക്ടർമാരുടെ പണി പോകുമെന്ന് പറഞ്ഞാൽ ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന പണി മാറി ഒരു യൂണിഫോം ഇല്ലാത്ത സൈബർ സെല്ലിലും പോയിരിക്കേണ്ടി വരും. എല്ലായിടത്തും ഇനി മുട്ടിന് വരെ നിയോഗിക്കേണ്ടി വരും. പിന്നെ കുറേ പേര് ഇപ്പം എന്ത് ചെയ്യുന്നറിയോ, ഇപ്പം കുറച്ച് പേര് പ്രൊമോഷനായിട്ട് പോകും, DYSP ആവും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അത്രയും CIമാരെ കുറവ് വരും. പക്ഷേ എന്ത് സംഭവിക്കും, അപ്പോഴത്തേക്ക് അവിടുന്ന് സീനിയർ SIമാർ ഇവിടേക്ക് വന്ന് ഈ ഒഴിവ് നികത്തുകയും ചെയ്യും. അപ്പം സൈബർ കുറ്റകൃത്യങ്ങൾ, ലഹരി മരുന്ന്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ എന്നിവ അന്വേഷിക്കുന്ന സ്പെഷ്യൽ വിങ്ങുകളെ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. അത് നല്ല കാര്യമാണ്. കാരണം ഈ ഒഴിവ് വരുന്ന ISHOമാരെ CIമാരാക്കി മാറ്റി അവരെ കൊണ്ടുവന്ന് ഇതിലേക്ക് സ്പെഷ്യൽ വിങ്ങുകൾ പല സ്ഥലങ്ങളിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വ്യാപകമായ പരാതി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഈ ഒരു ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് നിയോഗിക്കുമ്പോൾ അവർക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ തിരുവനന്തപുരത്ത്, കൊച്ചി, കോഴിക്കോട് ഈ 3 പ്രധാന നഗരങ്ങളിലും സൈബർ പോലീസിലേക്ക് വിങ്ങിലേക്ക് 2 വീതം ഇൻസ്പെക്ടർമാരെ അധികമായിട്ട് നിയോഗിക്കും. അതുപോലെ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച്, ഇപ്പം ജില്ലാ ക്രൈംബ്രാഞ്ചിലൊന്നും CIമാരില്ല, നിലവിലില്ല. ഇൻസ്പെക്ടർമാർ ജില്ലാ ക്രൈംബ്രാഞ്ചിലില്ല. അവിടേക്ക് ക്രൈംബ്രാഞ്ചിലേക്ക് ഇൻസ്പെക്ടർമാർ വരുന്നു, സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് വരുന്നു, DCRBയിലേക്ക് എല്ലാം ഓരോ ഇൻസ്പെക്ടർമാരെ കൊടുക്കുന്നു. എല്ലാ DCRBയിലും സ്പെഷ്യൽ ബ്രാഞ്ചിലും ഇവിടേക്കും ഇൻസ്പെക്ടർമാരെ കൊടുക്കുന്നു. ജില്ലാ ആൻറ്റി നാർക്കോട്ടിക് സെൽ ആൻഡ് പോക്സോ, ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇപ്പം ചെയ്യുന്നത്. പോക്സോ കേസുകൾ അന്വേഷിക്കുന്നത് ഇപ്പം ആൻറ്റി നാർക്കോട്ടിക് സെല്ലാണ് അന്വേഷിക്കുന്നത്, അവർക്കും കൊടുക്കും. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിലേക്ക് 32 തസ്തികകൾ കൊടുത്തു. ഫലത്തിൽ ഇത് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഈ പുതിയൊരു മാറ്റം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട്, എക്കണോമിക്സ് ഓഫൻസ് വിങ് 25 തസ്തിക CIമാരെ കൊടുക്കുകയാണ്. ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്. കാരണം എന്താണെന്നറിയോ, ഈ എക്കണോമിക്സ് ഓഫൻസ് വിങ് എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന അവിടെ ഇൻസ്പെക്ടർമാരില്ല. അവിടെ ഇൻസ്പെക്ടർമാരില്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമെന്നറിയോ, സാധാ ക്രൈംബ്രാഞ്ച് ഉണ്ടല്ലോ, സാധാരണ ഹോമിസൈഡ്, അതുപോലെ അവർക്ക് കൂടി കൊടുക്കുകയാണ് ഈ മൊത്തം ഇടത്തും ഈ ബാങ്ക് തട്ടിപ്പ് കേസ്. നമ്മുടെ നാട്ടിൽ ഇത്ര വാർത്ത ഏറ്റവും കൂടുതൽ ബാങ്ക് തട്ടിപ്പ് കേസാണ്. അത് എത്ര കേസ് രജിസ്റ്റർ ചെയ്യുന്നറിയോ? ഇപ്പോൾ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ്, കോന്നി വകയാർ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫിനാൻസ്. ഇപ്പോൾ പുനലൂർ ഉണ്ടായിരുന്ന കേച്ചേരി, നമ്മുടെ NCS, അതായത് നമ്മുടെ രാജു നെടുമ്പറമ്പിലിൻ്റെ അതായത് തന്ത്രി കൊണ്ട് പൈസ ഇട്ടിരുന്നു എന്ന് ആദ്യം വ്യാജമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ട നെടുമ്പറമ്പിൽ. അതുപോലെ ഇങ്ങനെ ഈ നാട്ടിൽ ഞങ്ങളുടെ അവിടെ തന്നെ പിന്നെ പുല്ലാടൊരു തട്ടിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ ജില്ലയിലാണെന്ന് ഏറ്റവും കൂടുതൽ തട്ടിപ്പുണ്ടായത് അവിടെയാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാ ഫിനാൻസ് തട്ടിപ്പുകളും അന്വേഷിക്കാം ഇവിടെ എക്കണോമിക്സ് ഓഫൻസ് വിങ്ങിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ ഉദ്യോഗസ്ഥരില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരില്ലാത്തത് കാരണം ഈ ക്രൈംബ്രാഞ്ച് മറ്റു ക്രൈംബ്രാഞ്ചിനെ കൂടി ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടേക്ക് ഇപ്പോൾ 25 തസ്തിക എക്കണോമിക്സ് ഓഫൻസ് വിങ്ങിലേക്ക് വരുന്നു. അതോടെ ഈ കേസുകളുടെ കൂമ്പാരം പോലെ കേസുകളാണ്. കേസുകൾ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇതോടുകൂടി നമുക്ക് അപ്പം സംസ്ഥാന ക്രൈംബ്രാഞ്ചിലേക്ക് 15 പേരെ കൊടുക്കും, ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിലേക്ക് 6 പേരെ കൊടുക്കും. അതുപോലെ നിലവിൽ സബ് ഇൻസ്പെക്ടർ തസ്തികകളില്ലാത്ത 59 പോലീസ് സ്റ്റേഷനുകളിലേക്ക് മറ്റ് വിങ്ങുകളിൽ നിന്നുള്ള പുനർവിന്യാസം വഴി SI തസ്തിക വരിക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ
ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ 4, 5, 6 SI വീതമുണ്ട്. ഇവരെ എല്ലാം കൂടി ഇപ്പോൾ ഇനി എടുത്തിട്ട് മറ്റ് സ്റ്റേഷനുകളിലേക്കല്ല SHOമാരാക്കി മാറ്റുന്നതോടെ ഇതിൻ്റെ ഇത് പൂർത്തിയാകുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വരാൻ പോകുന്ന ഒരു പ്രശ്നം, ഒരു ചോദ്യം ഇതിനകത്ത് ഉയർന്നിരിക്കുന്നത്, എങ്ങനെയാണ് പിന്നെ ഈ വിദഗ്ധ സമിതി എങ്ങനെയാണ് പ്രവർത്തിച്ചത്? സത്യത്തിൽ ഇന്ത്യയിൽ പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കൊരാൾ അയച്ചു തന്നിരുന്നു. അത് ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ സംഭവം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്മേലുള്ള അടിസ്ഥാനപരമാക്കി എന്നാണ് ഇത് പറയുന്നത്. ഇതിൽ ഈ വിദഗ്ധ സമിതി ആരൊക്കെയാണ് എന്ന്, ഇത് ഇന്ന് വരെ ഈ വിദഗ്ധ സമിതിയിൽ ആരാണുള്ളതെന്ന് വന്നിട്ടില്ല. അപ്പം ഈ പോലീസിലെ പരിഷ്കരണം സംബന്ധിച്ച് ഒരു സുപ്രീം കോടതി വിധി നിലനിൽപ്പുണ്ട്. അതായത് സുപ്രീം കോടതി വിധി, പ്രകാശ് സിംഗ് കേസിലെ സുപ്രീം കോടതി വിധിയുടെ ഭാഗമായുള്ള 7 നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതിൽ ആ 7 നിർദ്ദേശങ്ങൾ കേരളത്തിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഈ പരിഷ്കാരം നടപ്പാക്കാൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യമാണ്, സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ രൂപീകരിക്കും. ഇതിനകത്ത് ആദ്യത്തെ നിർദ്ദേശം ഇതാണ്, സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ അങ്ങനൊരു സംഭവം രൂപീകരിക്കണം. അതായത് അത് പാലിക്കപ്പെട്ടിട്ടില്ല, അത് കേരളത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തേത്, സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ തെരഞ്ഞെടുപ്പും കാലാവധിയും അത് പരിപൂർണമായി പാലിക്കപ്പെട്ടിട്ട് ഇവിടെ കാലാവധി കഴിയുന്നവർക്ക് നീട്ടിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഈ മറ്റുദ്യോഗസ്ഥരുടെ തെരഞ്ഞെടുപ്പും കാലാവധിയും, അത് മൂന്നാമത്തെ കാര്യം. അത് പാലിക്കപ്പെട്ടതായി കംപ്ലയിൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യാഥാർത്ഥ്യം അന്വേഷിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ ഈ റിപ്പോർട്ടിൽ പറയുന്ന പോലെ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. അന്വേഷണവും ക്രമസമാധാനവും വേർതിരിക്കും. ഇത് രണ്ടിനും 2 പേർക്കുള്ള ചുമതലയെക്കുറിച്ച് പറയുന്നത്. കംപ്ലയിൻസ് റിപ്പോർട്ടിൽ പരാമർശമില്ല, യാഥാർത്ഥ്യം പരിശോധിച്ച് വരും. അതായത് ക്രമസമാധാനത്തിനൊരു വിങ്, അന്വേഷണത്തിന് വേറൊരു വിങ്. അത് DYSPമാർ വരെയുള്ളവരെ സ്ഥലം മാറ്റ നിയമനങ്ങൾക്കായി ഒരു പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് രൂപീകരിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് പാലിക്കപ്പെട്ടിട്ടില്ല. സംസ്ഥാന പോലീസ് പരാതി അതോറിറ്റി രൂപീകരിക്കൽ, അതും കേരളത്തിൽ പൂർണ്ണമായി പാലിക്കപ്പെട്ടിട്ടില്ല. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് അത് പരിപൂർണമായി പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ജില്ലാ പോലീസ് അതോറിറ്റി, ജില്ലാ പോലീസ് പരാതി അതോറിറ്റി, അതും വന്നിട്ടില്ല. ദേശീയ സുരക്ഷാ കമ്മീഷൻ രൂപീകരിക്കൽ, അത് സംസ്ഥാനങ്ങൾക്ക് വ്യാപകമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു മാനദണ്ഡം, പോലീസ് പരിഷ്കരണത്തിന് മാനദണ്ഡമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതൊന്നും സത്യത്തിൽ കേരളത്തിൽ പൂർണ്ണമായിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചാടിക്കളി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാടിക്കളികളെല്ലാം തന്നെ നടക്കുന്നത്. ഇപ്പോൾ പ്രകാശ് സിംഗ് കേസിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം 1979 നിയമിതമായ ദേശീയ പോലീസ് കമ്മീഷന്റെ 8 റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് ഈ പ്രകാശ് സിംഗ് കേസ് എന്ന് പറയുന്നത്, ഈ പ്രകാശ് സിംഗ് കേസിനെ തുടർന്നാണ് സുപ്രീം കോടതി 7 ഈ മാനദണ്ഡങ്ങൾ വെച്ചത്. അതായത് 1996 പ്രകാശ് സിംഗ് എന്ന് പറയുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ നൽകിയ പൊതു താൽപര്യ ഹർജിയെ തുടർന്ന് സർക്കാർ നിയമിച്ച റിബേറോ കമ്മിറ്റിയുടെ 2 റിപ്പോർട്ടുകൾ. റിബേറോ പഞ്ചാബിലെ DGP അദ്ദേഹമായിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന റിപ്പോർട്ട് 2000 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച മുൻ ആഭ്യന്തര സെക്രട്ടറിയായ പത്മനാഭയ്യ അധ്യക്ഷനായ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. 2005 മുൻ അറ്റോർണി ജനറൽ സോളി സൊറാബ്ജി അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയുടെ മാതൃക പോലീസ് നിയമനം, അതൊരു റിപ്പോർട്ട്. 2008 മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായി രൂപീകരിച്ച മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഇത് കൂടാതെ കുറേ റിപ്പോർട്ടുകളുണ്ട്. ഈ പോലീസ് പരിഷ്കരണത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ച ഷാ കമ്മീഷൻ റിപ്പോർട്ട്, ഡൽഹിയിലെ സിഖ് വിരുദ്ധ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച മിശ്ര കമ്മീഷൻ റിപ്പോർട്ട്, ബോംബെ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിച്ച ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട്, ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച നാനാവതി ഷാ കമ്മീഷൻ റിപ്പോർട്ട് എന്നിവയിൽ പോലീസ് പങ്കിനെക്കുറിച്ച് വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോൾ ഇതിനൊക്കെ ഒരു വിദഗ്ധ സമിതിയുടെ ആവശ്യം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ വിദഗ്ധ സമിതി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രധാനമാണ്. ഇവിടുത്തെ വിദഗ്ധ സമിതി എപ്പോഴും ഈ കാണാമറയത്താണ്. ഇതിനകത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ അജണ്ടകൾ വിദഗ്ധ സമിതി എന്ന പേരിൽ ഇത് നടപ്പിലാക്കുന്നു. അതാണ് ഈ സംഭവിച്ച ഈ കേരളത്തിൽ ഈ SHO ഭരണം അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് പോയതും അത് വമ്പൻ പരാജയമായി മാറുകയും ചെയ്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇതിനൊക്കെ ചെലവേറിയില്ലേ? പോലീസ് സ്റ്റേഷനുകൾ ഒരുപാട് വന്നു, ഇതിനെല്ലാം വാഹനങ്ങൾ വന്നു, മറ്റു കാര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം വന്നു.
ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിഭജിക്കപ്പെട്ടു. പക്ഷേ ഈ ഒരു സംഭവം വന്നതോടെ പോലീസിന് കാര്യക്ഷമതയില്ലാതായി. SHOമാരുടെ കയ്യിലേക്ക് എല്ലാം ചെല്ലാൻ തുടങ്ങി. മോഷണം നടന്നാലും SHO, ക്രൈം നടന്നാലും, മരണം കൊലപാതകം നടന്നാലും SHO. ഇതൊക്കെ നേരത്തെ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ പറയുന്ന SIമാരാണ്. ഇത് അവിടേക്ക് ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം പോയാൽ മതിയായിരുന്നു ഈ CIമാർ. ഇപ്പോൾ ഇതങ്ങനല്ല. ഇവർ പോകും. ഇവർ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? SIമാർക്ക് പ്രത്യേകിച്ച് പണിയില്ല. അവർ ചുമ്മാ സ്റ്റേഷനിൽ. ഇത്രയാണ്. എന്താണെങ്കിലും ഈ തിരിച്ചിതാക്കാനുള്ള ഒരു തീരുമാനം സ്വാഗതാർഹമാണെന്ന് തന്നെ പറയാം. നമ്മുടെ നാട്ടിലെ പോലീസിംഗിൽ നല്ല പോലീസിംഗിലേക്ക് കേരളത്തെ നയിക്കാൻ അത് സാധിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്.